ചന്ദ്രമോളെ മരണം വരെ ഈ വീട്ടിൽ താമസിക്കുന്ന ശബ്ദം ചെയ്തിരിക്കുന്നത്. ആരുടെ മരണം വരെ? എന്റെ മരണം വരെയോ? നീ ചാവാതെ ഞങ്ങള് നോക്കിക്കോളാടാ. എടാ ചെറുക്ക, ചന്ദ്രമോക്ക് വേണ്ടി കൊണ്ടുവരുന്ന സർപ്രൈസേ നിനക്കും ഗുണമുള്ളതായിരിക്കൂടാ. അയ്യോ, ആ ഗുണത്തിന്റെ പങ്ക് എനിക്ക് ഏതായാലും വേണ്ട. ചേച്ചി തന്നെ എടുത്തോ. അതെ, നിങ്ങൾ അറിഞ്ഞോ ചന്ദ്രമോളുടെ അച്ഛനെ ടൗണില് പെട്രോൾ പമ്പ് മേടിക്കാൻ പോവാണെന്ന്? ആഹാ, അത് കൊള്ളാലോ. അപ്പോ നമുക്കിനി ഇവിടെ പെട്രോളായിരിക്കും പപ്പടം വറുക്കുന്നത്. നീ നിന്റെ പണി നോക്ക് പ്രേമേ. പെട്രോൾ പമ്പ് അണിഞ്ഞൊരുങ്ങിയ അടുക്കളയിൽ പോലും. അതിനെന്താ മുത്തശ്ശി, അടുക്കളയിൽ നിൽക്കാൻ പെൺപിള്ളേർക്കും അല്ലേ യൂണിഫോം ഉണ്ടോ? ഓ, അല്ലെങ്കിൽ അടുക്കളയിൽ അണിഞ്ഞൊരുങ്ങി തന്നെ നിൽക്കണം. ഒരു വീടിന്റെ ഹൃദയമാണ് അടുക്കള. ഓ എന്റെ പരുന്തുംപാറ ഭഗവതി അമ്മച്ചിയെ, നിന്നോട് സംസാരിക്കാൻ ഞാനില്ലേ, പ്രത്യേകിച്ച് തർക്കിക്കാനും. എന്താ അമ്മേ? എവള് നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ അടുക്കളയിലൂടെ തത്വം വിത്തം നടക്കുക. എന്താന്ന് ചോദിച്ചപ്പോ ഇവള് പച്ചക്കനെ തിന്നില്ലെന്നേ ഉള്ളൂ. പറയാനുള്ളതൊക്കെ പച്ചയ്ക്ക് പറഞ്ഞല്ലോ. കണ്ടോ പാർവതി ഇവളുടെ അഹമ്മതി? ഇവളുടെ ഗുമ്മാണ്ടോ? ഇങ്ങനെയുണ്ടോ ഈ പെൺപിള്ളേര്? ഗുണ്ടുമുളകെ ആ എരിവ് ഓടും. ദേവിക അടുക്കളയിലൊന്നും കയറി ബുദ്ധിമുട്ടുണ്ട? അതെന്താ പാർവതി, ദേവിക മോക്ക് അബ്രാം ഖുറേഷിയും മസൂദൂടെ ചേർന്ന് അടുക്കളയിൽ ഉപരോധം പ്രഖ്യാപിച്ചു. ഈ അടുക്കളയുടെ താക്കോലിന്റെ അവകാശി ദേവിക മോളാ. ഇവിടെ എനിക്ക് ചെയ്യാവുന്ന പണികളേ ഉള്ളൂ. ഉള്ള സമയത്ത് സിദ്ധുവായിട്ട് സല്ലപിക്കട്ടെ. നിലവാരത്തിന്റെ ബേസ്മെന്റിൽ നിന്നും താഴെ നിന്ന് സംസാരിച്ച താടിക്കിട്ട് തേമ്പ് ഞാൻ. ഓലക്കുട ഇല്ലെന്നേ ഉള്ളൂ, പക്ഷെ മനോഹരനും വാമനനും ഒരുപോലെ ചവിട്ടി പാതാളത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളും. അച്ഛ വഴക്കൊന്നും വേണ്ട. എന്റെ മോളെ, വഴക്കിപ്പോ ഡെയിലി റുട്ടീനായില്ലേ? മരണം വരെ മനസമാധാനം കിട്ടാത്ത ചില ജന്മങ്ങളുണ്ട് മോളെ. ജനിച്ചതെന്തിനാണെന്ന് അവർക്കും ജനിപ്പിച്ചതെന്തിനാണെന്ന് ദൈവത്തിന് പോലും അറിയാത്ത ചില ജന്മങ്ങൾ. ആ ക്യൂവിൽ ഒന്നാമനാണ് ഈ മനോഹരൻ. എരിഞ്ഞു തീരും മുമ്പ് നാളിക്കത്തണം. അച്ഛാ, ഇങ്ങനൊന്നും പറയില്ലേ. പാർക്കുട്ടി, ഈ അടുക്കള ദേവികമോള് തന്നെ ഭരിക്കും. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ അമ്മായിയമ്മയും മരുമോളും കൂടെ ചേർന്ന് ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കൂ. 5 കിലോ ആട്ടയും ഒരു ദോശക്കല്ലും 5 ലിറ്ററിന്റെ ഗ്യാസ് അടുപ്പും എന്റെ വക ഫ്രീ. പാവം. കേട്ട നിത്യമോളെ, മുത്തശ്ശിയും അമ്മയും കൂടി ചേർന്ന് ഏട്ടത്തിക്ക് അടുക്കളയിലൊരു ഉപരോധം തീർത്തു. പക്ഷെ അച്ഛനൊരു അടുക്കള വിപ്ലവം നടത്തി അധികാരം ദേവിക അടുത്തേക്ക് തന്നെ തിരിച്ചു തന്നു. കള്ളി അങ്ങനെ കിടന്ന് സൂയിക്കണ്ട കേട്ടോ. നമുക്കൊന്ന് എണീക്കാൻ നോക്കാം. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമുക്ക് നടക്കണ്ടേ? ഒരുപാട് സ്ട്രെയിനൊന്നും ദേവികടുത്ത് തരത്തില്ല കേട്ടോ. നിത്യമോളുടെ ഇംപ്രൂവ്മെന്റിനെ കുറിച്ച് നിരഞ്ജൻ സാർ എന്താ പറഞ്ഞെന്നറിയോ? മെഡിക്കൽ മിറാക്കിൾ എന്ന്. പിന്നെ അന്ന് നടന്നതൊന്നും ഓർമ്മയില്ലെന്ന് നാളെ സമർത്ഥിക്കാൻ
ഒരു മെഡിക്കൽ ടേമും പറഞ്ഞു തന്നിട്ടുണ്ട്. റെട്രോഗ്രേഡ് അംനീഷ്യ. വലിയ അപകടമോ ആഘാതമോ ഒക്കെ ഉണ്ടാവുന്ന ചിലർക്ക് അന്ന് നടന്ന കാര്യങ്ങൾ ഓർമ്മയില്ലാതെ പോകുന്നൊരവസ്ഥയത്. നമുക്കത് വെച്ചൊരു കളി കളിച്ചാലോ? ശരത്തിനെ നമുക്ക് ഒരു കുട്ടിക്കൊരങ്ങനാക്കി ചങ്ങലക്കിട്ട് നടത്തണം. അവൻ ഓരോരോ ഷോക്കുകളായിട്ട് നമുക്ക് കൊടുക്കാം. വെള്ളത്തിൽ വീണ ചുണ്ടലിയെ പോലെ അവൻ പരതി പാഞ്ഞ് നീന്തണം. ഇന്ന് രാത്രി നമ്മുടെ വക ഒരു ഓപ്പറേഷൻ ഉണ്ട്. എന്റെ കൈ പിടിച്ച് നിത്യക്കുട്ടി കൂടെ നിൽക്കണം. നിത്യമോള് നിൽക്കും, ദൈവം നിർത്തും. ആ പിന്നെ ഏട്ടത്തിയൊന്ന് പുറത്തേക്ക് പോവാ. 1 ലിറ്റർ പെട്രോളിന്റെ ആവശ്യമുണ്ട്. പാർവതിയേ. ഓ എന്തമ്മേ? എടി പാർവതി, ഒന്ന് വേഗം ആകട്ടെ. എന്റെ വയറ് കിടന്ന് തിത്തൈ പാടാൻ തുടങ്ങി. തോരനും കൂടി വെച്ചാ മതിയമ്മേ. സമയം 11 മണിയല്ലേ ആയുള്ളൂ. അയ്യോടാ, അവളൊരു മണിക്കണക്കും കൊണ്ട് വന്നേക്കുന്നു. ദേ, ഞാൻ മണിക്കണക്ക് നോക്കിയിട്ടൊന്നും അല്ല കഴിക്കുന്നേ. എനിക്ക് വിശക്കുമ്പോഴാ. ആ, നിത്യക്കൊച്ചിന്റെ മുറിയിൽ ഓറഞ്ച് ഇരിപ്പുണ്ട്. തൽക്കാലം അതേലൊരെണ്ണം എടുത്ത് തിന്നാം. ജീവൻ കിടക്കണ്ടേ.